നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, പുളിക്കം മരിക്കണ സമയത്ത് നമ്മൾ അവിടെ ചെന്നിട്ടില്ലെന്ന് നമുക്ക് തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, വേണ്ടപ്പെട്ട രേഖകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട, ഇനി നമ്മളിലേക്കൊരു അന്വേഷണം വരാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതൊക്കെ ശരിയാകോ അച്ഛാ? പിന്നല്ലാതെ. പിന്നെ ഞാൻ ദർശനോട് സംസാരിച്ചായിരുന്നു, അവനാണെങ്കിൽ വേദയുമായിട്ടൊന്നും അവൻ അത്ര വലിയ താല്പര്യമുള്ള മട്ടിലല്ല സംസാരിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, വേദയുടെ അച്ഛനും സംസാരിച്ചായിരുന്നു, അവൾക്ക് ഈ പറയുന്ന ദർശനുമായിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള മട്ടിലല്ല അവള് സംസാരിച്ചേ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിച്ചു. എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ, ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശൻ എപ്പോഴാണോ എന്തോ വേദയുടെ പേരിലേക്ക് ആ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ തോന്നിയത്. അല്ല, എല്ലാ കൊച്ചുമക്കൾക്കും ഒരേപോലെ കൊടുക്കേണ്ടതായിരുന്നല്ലോ. ഇതിപ്പോൾ വേദയുടെ കാലശേഷം വേദയുടെ മക്കൾക്ക് കിട്ടും. എന്തൊരവസ്ഥയാന്ന് നോക്കണേ, അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ അച്ഛാ, പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ആ വിക്രമല്ലേ എല്ലാത്തിനും കാരണം. അല്ല, ഒരു തവണ എന്നെ അവൾ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞു, ഞാനിരിക്കുന്ന കസാര വിക്രത്തെ കയറ്റിയെടുത്തുന്നു. എടാ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് അങ്ങോട്ട് തീർത്താലോ? അതോടുകൂടി എന്ത് ചെയ്യും വേദയ്ക്ക് എന്താണ് വിധവാവേഷം കെട്ടി അധികം നാളെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ, ആ വേഷം കെട്ടി അവൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പറയാനൊക്കെ എളുപ്പം, വിധവയായിട്ട് കഴിഞ്ഞോളാന്നൊക്കെ, പക്ഷെ അത് നടക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആരുമായിട്ടൊരു കണക്ഷനൊന്നും വലിയധികം ഉണ്ടാകത്തില്ല, പിന്നെ കൂട്ടുണ്ടായിരിക്കുന്ന ദർശനമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ദർശനമായിട്ടൊരു അടുപ്പം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിവാഹത്തിലേക്ക് പോകത്തുള്ളൂ. അതിന് വിക്രം തീരണമെന്ന് പറഞ്ഞു. അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ആ സമയത്താണ് ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ജോണിയാണ് വിളിക്കുന്നത്. ജോണി വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാണ്. ആണോ? ശരി, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ജോണി പറഞ്ഞെന്താണെന്നറിയോ, വാസവനെ ശ്രീനിയും തമ്മിൽ കണ്ടുമുട്ടിയെന്ന്. ഈ പറയുന്ന പുളിക്കൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ വരുണിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടെ. അച്ഛാ, ഇനി അവസാനം നമ്മളിലേക്ക് എത്തുമോ കാര്യങ്ങൾ? ഇതുവരെയായിട്ട് എത്തിയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളത് എത്താതിരിക്കാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, അവിടെ ഒരുത്തനുണ്ടായിരുന്ന അനിയൻകുട്ടൻ, അവൻ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു നമ്മളെ. അതെ, അവനിപ്പം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേന്ന്, അവർ കൊല്ലും എന്നൊക്കെയാണ് പറയണേന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവനിനി സ്വബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേര് അവൻ വിളിച്ചു പറയും. അതിനു മുമ്പ് അവനെ നമ്മൾ തീർക്കണമെന്ന് പറഞ്ഞു. അതെ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനടി തന്നെ ചെയ്യണം, പിന്നെ അത് വെച്ച് താമസിപ്പിച്ചു കൂടാന്ന് പറഞ്ഞു. അവനെ തീർത്താലോ ഇനി നമുക്ക് കാര്യമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ഒരു സമാധാനമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം ശങ്കരനാരായണൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. വേദ വന്നിട്ട് ചോദിച്ചു, പുളിക്കും മരിച്ച കാര്യം അച്ഛൻ അറിഞ്ഞായിരുന്നെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞായിരുന്നു. ഇതിൻ്റെ പിന്നിലും അവൻ കാണുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒരിക്കലും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? വരുൺ കൊല്ലപ്പെട്ട സമയത്ത് വിക്രം അവിടെ പോലും ഉണ്ടായിരുന്നില്ല, പക്ഷെ വിക്രത്തിന്റെ പേരിലല്ല കുറ്റം വന്നേ. ഇതും അതുപോലെ തന്നെയാന്ന് പറഞ്ഞു. അല്ല, വിക്രം അവിടെ ഇല്ലായിരുന്നുള്ള കാര്യം നിനക്കറിയാവോ? എനിക്കറിയാം അച്ഛാ, കാരണം വിക്രത്തെ എനിക്ക് വിശ്വാസമാണ്. വിക്രത്തോടുള്ള വിശ്വാസം മൂലമാണ് ഞാനിത് പറയണത്. വിക്രം ഒരിക്കലും അതങ്ങ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാനിപ്പോൾ വന്ന വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. ഞാൻ വിക്രത്തിന്റെ വീട്ടിലേക്ക് തിരികെ പോവാ അച്ഛാന്ന് പറഞ്ഞു. തിരികെ പോവാനോ? അതെന്താ ഇപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമല്ല, കുറേ നാളുകളായിട്ട് എടുത്ത തീരുമാനമാണ്. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അല്ല, അതിന് വിക്രം അവിടെ ഇല്ലല്ലോ. ഞാൻ ചെന്ന് കഴിയുമ്പോൾ വിക്രം എന്താളും വന്നോളൂ വെച്ചാൽ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ വരുൺ മരിച്ച കാര്യത്തിൽ പുളിക്കനായിരുന്നല്ലോ ദൃസാക്ഷിയായിട്ട് സാക്ഷി പറഞ്ഞിരുന്നേ, അയാളും മരിച്ചു പോയല്ലോ. ഇനിയിപ്പം വിക്രത്തിന് ഇറങ്ങാൻ കാരണം വിക്രത്തിന് തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല വേദ, നീ എന്തിനാ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛാ, അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അല്ല, നീ അന്ന് പറഞ്ഞ കാരണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു. അച്ഛാ, അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അതൊന്നുമല്ല, അതിന് വേറെ പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ അച്ഛനോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു, അതെന്താ നിനക്ക് പറയാൻ പറ്റാത്തേ? അതങ്ങനെ അച്ഛാ, അച്ഛനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അത് പറയാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവൾ തിരിയാൻ തുടങ്ങുന്ന സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞു, നിൽക്ക്, നീ കാര്യം എന്താ വെച്ചാൽ പറ. അച്ഛാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും പലരുടെയും മുഖം അച്ഛന് വെളിപ്പെടും. അപ്പം അച്ഛന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അച്ഛന് ഉദ്ദേശിച്ചവരൊന്നും അല്ല എന്നുള്ളത്. അതെന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഉണ്ടാവും.
അപ്പോഴച്ഛനറിയാം ഞാൻ അവിടെ നിന്ന് പോകുന്നതിൻ്റെ കാരണം എന്താ എങ്ങനെയാന്നൊക്കെ. അതും പറഞ്ഞ് വേദ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പത്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ അവൾ ഇങ്ങനെയൊക്കെ പറയണേ? പത്മേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളും തോന്നും. കാരണം ഞാൻ കാര്യം പറഞ്ഞാൽ കുറേ കേസുകളും കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശിക്ഷ വിധിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റു പറ്റുമോ എന്ന് എനിക്കൊരു സംശയം. കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഇപ്പം അങ്ങനെ തോന്നേ? അവളുടെ സംസാരത്തിൽ അതുണ്ട്, പലതും അവൾ പറയാതെ തന്നെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ശങ്കരനാരായണനും പല സംശയങ്ങളും മനസ്സിലുണ്ടാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ വിക്രത്തോട് ഒന്ന് കാര്യങ്ങൾ പറയണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, നിന്റെ അച്ഛന് ബുദ്ധിയുണ്ട്. ഒരു പക്ഷേങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഒടുവിൽ നിന്റെ ഏട്ടനിലേക്ക് തന്നെ അച്ഛൻ എത്തിച്ചു വരുമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും. എന്താണെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ പിന്നിൽ വിക്രം അല്ല എന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, അല്ലെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും കൂടെ അന്ന് വിളിക്കാൻ വരുന്ന സമയത്ത് നിന്റെ അച്ഛന് വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോട്ടെ എന്നൊരു സ്റ്റാൻഡൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നീ വന്നില്ലല്ലോ, അത് ശരിയാ. അല്ല ഇപ്പം എന്ത് ചെയ്യാനാന്ന് പറ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഏതാന്നും അറിയത്തില്ല. ആ സമയത്ത് വിക്രം പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പുളിക്കനും ഇല്ലാതായില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത് ശരിയാ, ഏക ദൃസാക്ഷി അവനായിരുന്നു, പുളിക്കനായിരുന്നു. അയാളെ കിട്ടുമായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയായിരുന്നു. ഇത് വരുണ്ട പിന്നിൽ ആരാ ഉള്ളതെന്ന് എന്താന്നൊക്കെ. ഇനിയിപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നതെന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. നിന്നെയോ? നമ്മൾ രണ്ടും ഒന്നല്ലേ, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. ആണോ? അങ്ങനെയാണെങ്കിൽ അന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അടുത്തേക്ക് വിക്രം വന്നു. വിക്രം വന്നിട്ട് അവളെ ചേർത്ത് പിടിക്കാൻ നോക്കത്തിന് വേദ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് വേദ ഓടുവാണ്. വിക്രം പിന്നാലെ. മുറിക്കകത്ത് കിടന്നാന്ന് ഓർക്കണം, രണ്ടുപേരും കൂടെ റൊമാൻറ്റിക് മൂഡാണ്. അപ്പോഴാണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. ജോസഫായിരുന്നു വിളിക്കുന്നത്. എന്താടാ ജോസഫേന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു കാര്യമുണ്ട് വിക്രം. അല്ല കാര്യം പറ. നമ്മുടെ അനിയൻകുട്ടൻ ഇത്തിരി പ്രശ്നത്തിലാന്ന് പറഞ്ഞു. അവനിത് എന്ത് പറ്റി? എടാ അന്ന് പുളിക്കം മരിച്ച സമയത്ത് ഞങ്ങൾ അവനെ എവിടെയെങ്കിലും കണ്ടില്ല. ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് മാറി അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആകെപ്പാടെ പേടിച്ച് വരച്ച മട്ടിലായിരുന്നു. അവൻ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. പുളിക്കനെ കൊന്നത് അവൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യമാണോ പറയണേ? അതെ കണ്ടിട്ടുണ്ട്. അവരവനെ കൊല്ലുമെന്നാണ് പറയണേ. കാരണം അവൻ അങ്ങനെ പറയണമെങ്കിൽ നീയുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ് ഇത് ചെയ്തിരിക്കണേന്ന് തോന്നുന്നേ. അവൻ നല്ല പേടി കിട്ടിയിട്ടുണ്ട്, ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അല്ല ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. ആരോടും പറഞ്ഞിട്ടില്ല, തൽക്കാലത്തേക്ക് പറയണ്ട. പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ കൊലയാളികൾ അവനെ തേടിയെത്തുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കണം അവന്, ഒന്നും സംഭവിച്ചു കൂടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ജോസഫ് കോള് കട്ട് ചെയ്തു. പിന്നീട് വേദയോട് വിക്രം ഈ കാര്യം പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എളുപ്പമാണല്ലോ, അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവനിപ്പം സ്വബോധമില്ലല്ലോ, സാരമില്ല. ഒരു പക്ഷെ അവന് കാര്യങ്ങൾ അറിയെങ്കിൽ അവന് പറയാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. ആരാ എന്താ ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രം പറഞ്ഞു. അതെ, ഇനിയുള്ള ഏക പ്രതീക്ഷ അനിയൻകുട്ടനാണ്. അവൻ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ആ സത്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ഭാഗമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പോയിക്കോളാൻ പറഞ്ഞു. ഓഹോ, അപ്പം ശ്രീയേട്ടൻ്റെ ഒരു കുഴപ്പമില്ലല്ലേ? അല്ല നീ അതിന് നിൻ്റെ വീട്ടിൽ പോകുന്നതിനിപ്പം ഞാൻ എന്തിനാ? അപ്പം ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല, അവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞു. നിനക്കിത് എന്താ വർഷയെന്ന് ചോദിച്ചു. പിന്നെ ശ്രീയേട്ടൻ ഇപ്പം എൻ്റെ കാര്യം നോക്കാനോ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ഇത്തിരിയെങ്കിലും സമയമുണ്ടോ? അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാനിത് കൊഞ്ചിക്കിട്ടേന്ന് പറഞ്ഞെടുത്തു. വേണ്ട കൂടുതൽ പുന്നിരിക്കലൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങി. ഈ കാണുമ്പോൾ ഉള്ള സ്നേഹമൊക്കെ ഉള്ളൂ ശ്രീയേട്ടന്, അല്ലാതെ ഞാനും കുഞ്ഞിവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലെന്ന് പറഞ്ഞു. എടി എല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാനിങ്ങനെ ഓടി നടക്കുന്നേ. നിനക്കറിയാലോ ഞാൻ എത്രമാത്രം കഷ്ടപ്പാടിലൂടെ ഇപ്പോൾ ഓടി നടക്കുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയാം. പിന്നെ കള്ളത്തരം? എടി നിന്റെ കുഞ്ഞിൽ 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ നിന്നെ നോക്കിയത് ആരാ? എൻ്റെ അച്ഛനും അമ്മേ. അതിലാരാ കൂടുതൽ നോക്കിയത് നിനക്കറിയാവോ? ഇല്ല, അതിങ്ങനെ 1 വയസ്സുള്ളപ്പോഴത്തെ കാര്യം അതാ പറഞ്ഞത്. അല്ല നീ പിന്നെ പറയൂലോ നിനക്ക് 4 വയസ്സായപ്പോൾ സൈക്കിൾ മേടിച്ചത് നിന്റെ അച്ഛനാന്ന്. അതെ അതെനിക്ക് ഓർമ്മയുണ്ട്, അതാ പറഞ്ഞേ. നമുക്ക് ഓർമ്മ വെച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വാങ്ങി തന്നിട്ട് നമുക്കത് ഓർമ്മ വരും, അല്ലാതെ നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. പക്ഷേ എങ്കിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? എൻ്റെ മോനെ ഒരു രാജാവിനെ പോലെ വാഴിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കിടന്ന് ഓടുന്നത്. അത് അധികം വൈകാതെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു, ആണോ അങ്ങനെയാണോ? എന്നാൽ പിന്നെ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, പോയി നല്ലൊരു ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചായ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേദയുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം, അവൾ എന്ത് പറയണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ പെങ്ങളുടെ കാര്യമല്ലേ, അവളൊരു വട്ട് കേസാന്ന് പറഞ്ഞു. വട്ട് കേസോ?
അവളെപ്പോഴും മുറിയിൽ തന്നെ അടച്ചിരിക്കും. പിന്നെ ഇന്ന് ഞാനാണെങ്കിൽ അവളോട് പോയി കഴിഞ്ഞപ്പോൾ അവളുടെ മുറിയിൽ നിന്ന് ആണുങ്ങളുടെ ശബ്ദത്തിൽ ഒരു പാട്ട് കിട്ടും. പാട്ടോ? അതെ, ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബാർ അസോസിയേഷന് പാടാനാന്നൊക്കെ പറഞ്ഞു. അവൾ ആണുങ്ങളുടെ ശബ്ദത്തിലും പാടും പോലും. എനിക്കൊന്നും മനസ്സിലായത് നിങ്ങളുടെ പെങ്ങളുടെ പട്ടിനെ കുറിച്ച്. അല്ല, എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ല. ഞാൻ എന്ത് ചോദിക്കണം? നിങ്ങൾ തന്നെ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് വർഷ അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചു, എന്നാ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം ഓർത്തുകൊണ്ട് ശ്രീകാന്ത് വേദയുടെ മുറിയിലേക്ക് പോകാനായിട്ട് അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ശങ്കരനാരായണ ശ്രീകാന്തിനെ വിളിച്ചു. നീ അവിടെ നിൽക്കുക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അച്ഛനോട് സംസാരിക്കാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പം ഞാൻ വേദയൊന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞു. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. ശ്രീകാന്തിനെ പിടിച്ചു നിർത്തി. ശങ്കരനാരായണൻ ചെന്നിട്ട് പറഞ്ഞു, അതെ, എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് അതിന് ഉത്തരം കിട്ടിയാൽ മതിയാവുള്ളൂ പറഞ്ഞു. അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് വന്നു. ദീപ്തിയും മുറിയിൽ നിന്നിറങ്ങി. അല്ല, അച്ഛൻ എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു. അല്ല, മുമ്പ് വേദയെ വിക്രത്തെ അകറ്റാനായിട്ട് നമ്മളിവിടെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ആ ശ്രമം. കാരണം എനിക്ക് തോന്നി അത് ശരിയല്ലെന്നുള്ള കാര്യം. പക്ഷേ നീ വീണ്ടും അതിൻ്റെ പിന്നാലെ തന്നെ നടന്നു. കാരണം അവരെ തമ്മിൽ അകറ്റാൻ നോക്കി. വിക്രത്തിനെ പലതവണ ജയിലിൽ കയറ്റാൻ നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. അത് പിന്നെ അച്ഛാ, നടന്നില്ല നിനക്കുള്ള കാര്യം മനസ്സിലായി. അവൻ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോയി. അല്ലച്ചാ, അവനൊരു പക്ക ക്രിമിനലല്ലേന്ന് ചോദിച്ചു. അതെ, അവനെ ഞാൻ ക്രിമിനലായിട്ടാണ് കാണുന്നത്. കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കുറേ കുറ്റങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. ക്രിമിനലായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നത്. കുറേ കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒത്തിരി അധികം ക്രൂരതകൾ ചെയ്തിട്ടും ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടും സമൂഹത്തിൽ ഒന്നും ചെയ്യാതെ പിടിക്കപ്പെടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവൻ പിടിക്കപ്പെട്ടതുകൊണ്ടാണ് അവൻ ക്രിമിനലാന്ന് പറയണേ. പക്ഷേ ഇത്രയും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടും പിടിക്കപ്പെടാതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖം ഒന്ന് താണു. അപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിച്ചു, പറ, നീ വീണ്ടും വിക്രത്തെയും വേദയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചായിരുന്നോ? എന്തൊക്കെ കാര്യങ്ങൾ അവർ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചേ? ഇപ്പോൾ അവസാനമായിട്ട് വേദ ഇങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ പിന്നിൽ നീ ഉണ്ടോയെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, നീ എന്താടോ ഒന്നും മിണ്ടാത്തെ? പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും പത്മ ചോദിച്ചു, എടാ, നിന്നോട് അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ, പറ, നീ അവരെ അകറ്റാൻ വേണ്ടി വീണ്ടും എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തതെന്ന് ചോദിച്ചു. ശ്രീകാന്തിന് ഉത്തരം മുട്ടി. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും ശ്രീകാന്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ശങ്കരനാരായണ ശ്രീകാന്തിന് പണി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.